വിദ്യാഭ്യാസം എന്നത് വെറും അറിവ് നേടലല്ല, അത് നമ്മുടെ മനസ്സിനെ സത്യത്തിലേക്കും നന്മയിലേക്കും തുറക്കാനുള്ള താക്കോലാണ്. പഠനത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവത്തിനു വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പ്രവൃത്തിയായിരിക്കണം. നിങ്ങളുടെ കഴിവുകൾ ദൈവത്തിന്റെ ദാനമാണ്, അത് അവിടുത്തെ മഹത്വത്തിനായി ഉപയോഗിക്കുക. കളികളിലും വ്യായാമത്തിലും ഏർപ്പെടുന്നത് നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും. എന്നാൽ അതിലുപരി അത് വിനയവും കൂട്ടായ്മയും പഠിപ്പിക്കും. ഓരോ കളിയും ഒരു മത്സരമായി കാണാതെ ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയായി കാണുക. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയെ അനുകരിക്കുക. അമ്മയുടെ വിശ്വസ്തതയും വിനയവുമാണ് നമ്മുടെ മാതൃക. എല്ലാ ദിവസവും അമ്മയോട് സംസാരിക്കുക, പ്രത്യേകിച്ച് ജപമാല ചൊല്ലുക. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ സ്നേഹമുള്ള ഒരു അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന പോലെ അമ്മയുടെ സംരക്ഷണത്തിനായി ഓടിച്ചെല്ലുക. അമ്മ നമ്മെ ഈശോയിലേക്ക് നയിക്കും. സഹനം എന്നത് ഒരു വലിയ നിധിയാണ്. അത് ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശുക്രിസ്തുവിനോടൊപ്പം നമ്മെ ചേർത്ത് നിർത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വേദനയോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അത് വെറുതെ കളയാതെ ദൈവത്തിന് സമർപ്പിക്കുക. ക്രിസ്തുവിന്റെ കുരിശിനോട് നിങ്ങളുടെ വേദനകളെ ചേർത്തു പിടിക്കുക. സ്വർഗത്തിലേക്കുള്ള വഴിയിലെ ഏറ്റവും വേഗമേറിയ മാർഗമാണ് സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നത്. ലളിതമായ കാര്യങ്ങൾ ദൈവസ്നേഹത്തിനായി